മൂന്നാൾ ക്ലൗഡ്9 അതായത് ഒരു ഐഡിയ ഇല്ല, കിളി പോയൊരവസ്ഥയിലായിരുന്നു. 1400 കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരുന്നു. അതിലൊരു 500 ടീംസ് ഫ്രം IIT, ഫ്രം IIM, ഫ്രം MIT, ഫ്രം LPU. നമുക്ക് തീരെ ടെൻഷനൊന്നും ഉണ്ടാവില്ല. സ്റ്റേജ് ഒന്നും കണ്ടപ്പോൾ സന്തോഷം, സങ്കടം, കരച്ചില്, ചിരിച്ചില്. റൗണ്ട് 2 എത്തിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്നുകൂടി സീരിയസ് ആവാം. ജയിച്ചപ്പോൾ ഫസ്റ്റ് കൂക്കി ഒച്ചത്തില് നാട്ടാറും വീട്ടാറിൽ നമ്മളെ നോക്കി അല്ല കൂളമയില് നമ്മളെന്തായാലും രണ്ടും കൽപ്പിച്ച് കയറി. തേർഡ് നമ്മൾ വരില്ല. ഇപ്പം ചോദിച്ചാൽ തേർഡ് കിട്ടില്ല, സെക്കൻഡ് ജയിച്ചാ എൻ്റെ പേര് തന്നെ പറഞ്ഞത് ഉറപ്പാ. നമ്മൾ കഴിഞ്ഞ മാസം നമ്മളെ നാഷണൽ ലെവൽ ഹാക്കത്തോൺ നമ്മൾ പോയിരുന്നു. അങ്ങനെ പോയി കപ്പടിച്ചു, തിരിച്ചു പോന്നു. 1400 കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരുന്നു. അതിലൊരു 500 ടീംസ്. അതിൽ ടോപ്പ് 20 ടീംസിൽ ഞങ്ങൾ കയറി. ഫസ്റ്റ് കോൺടാക്സ്റ്റ് അറിയാം എങ്ങനെ ഇവിടെ എത്തിയെന്ന്. ഇപ്പോൾ സ്റ്റാർട്ടിങ് വന്ന് കോഡിംഗ് സ്കൂളിൽ ഞാൻ ഫസ്റ്റ് വന്ന ദിവസം ഓറിയൻറ്റേഷന് ശേഷം ഇവിടുത്തെ മെൻറ്റേഴ്സിനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറഞ്ഞാണ് പ്ലേസ്മെൻറ്റിനെ കുറിച്ച്. ഇപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ജസ്റ്റ് സാധാരണ ഒരു കമ്പനി പോയി പ്ലേസ്മെൻ്റ് ഒന്നും വേണ്ട, എനിക്ക് എന്തെങ്കിലും ബിൽഡ് ചെയ്യണം, എന്തെങ്കിലും പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യണം. ഇപ്പോൾ ഇവിടുത്തെ ഒരു മെൻറ്റർ ഒരു കോട്ട് പറഞ്ഞാണ്, യു ഡോണ്ട് ഹാവ് ടു ബി ഗ്രേറ്റ് ടു സ്റ്റാർട്ട് ബട്ട് യു നീഡ് ടു സ്റ്റാർട്ട് ടു ബി ഗ്രേറ്റ്. എന്താണെന്ന് പറയുക, വല്ലാതെ എന്നെ ഇതാക്കി. അപ്പോൾ ഞാൻ എന്താക്കി, എൻ്റെ മൈൻഡ് സെറ്റിലെ കുറച്ച് 2-3 ആൾക്കാരെ കൂടിയിട്ട് ജസ്റ്റ് ഒരു ടീം ഉണ്ടാക്കി. I'm Nazil. വാസിം. I'm Swaleh. പിന്നെ സ്റ്റോറി ടൈം എങ്ങനെ നമ്മൾ ഈ ഹാക്കത്തോണിലേക്ക് എത്തിയെന്നുള്ളത്. ഇപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ കോഡിംഗ് സ്കൂളിൽ നിന്ന് ഇങ്ങനെ റീൽസ് കണ്ടിരിക്കുന്നതിനു ക്ലാസ് കഴിഞ്ഞ ശേഷം അപ്പോൾ ഇങ്ങനെ റീൽസ് കണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ട്, നല്ല മോട്ടിവേഷൻ കിട്ടി. അതായത് എന്തെങ്കിലും ചെയ്യാനൊരു മോട്ടിവേഷൻ. അങ്ങനെ എന്തൊക്കെ ഗൂഗിളിൽ പോയി ഹാക്കത്തോൺസ് അടിച്ച് അപ്പോൾ എനിക്ക് എന്തൊക്കെ കുറേ താഴെ പോയപ്പം കോയമ്പത്തൂർ വെച്ച് എടുക്കുന്ന ഒരു ഹാക്കത്തോണിൻ്റെ ഡീറ്റെയിൽസ് കിട്ടി. അപ്പോൾ തന്നെ നേരത്തെ ഉണ്ടാക്കിയ 3 ടീംസിനെ വിളിച്ച് നമ്മളെന്താക്കി രജിസ്റ്റർ ചെയ്തു. ഹാക്കത്തോണിൻ്റെ ജേണി എന്ന് പറയുന്നത് 4 ഫേസ് ആയിട്ട് വരുന്നു. അതിൽ ഐഡിയ, റൗണ്ട് 1, റൗണ്ട് 2, ഫൈനൽ, പിന്നെ വിക്ടറി. നമ്മൾ ജയിച്ചത്. അങ്ങനെയാണ് നമ്മുടെ ജേണി പോണത്. ആൻഡ് ദെൻ ഞങ്ങൾ റൗണ്ട് 1 കയറി. റൗണ്ട് 1 എങ്ങനെ വെച്ചാൽ കിട്ടി പോയാൽ പോലും ഒരു മൈൻഡ് സെറ്റ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ നമ്മളെ കോമ്പറ്റേറ്റേഴ്സ് പറഞ്ഞാൽ അത്ര വലിയ യൂണിവേഴ്സിറ്റി എന്നൊക്കെ ആയിരുന്നു. അങ്ങനെ റൗണ്ട് 1 ഞങ്ങൾ പാസ്സായി. അങ്ങനെ റൗണ്ട് 2 എത്തി. റൗണ്ട് 2 എത്തിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്നുകൂടി സീരിയസ് ആവാം. കാരണം ഞങ്ങൾ കോമ്പറ്റേറ്റേഴ്സിനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ വന്ന്. ഫ്രം IIT, ഫ്രം IIM, ഫ്രം MIT, ഫ്രം LPU ഇങ്ങനെ യൂണിവേഴ്സിറ്റി ഇങ്ങനെ ജാഗര. അപ്പോൾ നമ്മളാ സമയത്ത് കുറച്ച് ഷാർട്ടഡാണ്, നമ്മൾ പേടിച്ചില്ല, നമ്മൾ സ്തംഭിച്ചു പോയി. അങ്ങനെ നമ്മളെന്താക്കി, ഇനി മിഷൻ ഇമ്പോസിബിൾ എന്നൊരു ഇതിൽ വെച്ചിട്ട് നമ്മളെന്താക്കി, കിട്ടിയാലും വിഷയമില്ല, നമ്മൾ പോയി. നോ പ്ലാൻ, നോ ബാക്കപ്പ്, നോ ചോയ്സ്. അതൊരു മെൻറ്റാലിറ്റി വെച്ചിട്ട് നമ്മൾ പോയി. അങ്ങനെ നമ്മൾ ഫൈനലിലേക്ക് എത്തി. അപ്പോൾ ഒരു പറഞ്ഞ നമ്മളടുത്ത് നേരെ ബാഗ് പാക്ക് ചെയ്തോ, കോയമ്പത്തൂർക്ക് വണ്ടി കയറിക്കോന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർക്ക് വണ്ടി കയറി. അവിടെ പോയി നോക്കിയപ്പോൾ നല്ല കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. 1000-1500 ആൾക്കാരൊക്കെ സ്റ്റേജിലൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് തീരെ ടെൻഷനൊന്നും ഉണ്ടാവില്ല. സ്റ്റേജ് ഒന്നും കണ്ടപ്പോൾ നല്ല കൂളമയില് നമ്മളെന്തായാലും രണ്ടും കൽപ്പിച്ച് കയറി. അൾട്ടിമേറ്റ് ഷോട്ടാണ്. അതായത് നമ്മൾ 3 മാസത്തെ കഷ്ടപ്പാട് ഒരു 8 മിനിറ്റിൽ ഒരു പെർസെൻറ്റേജിൽ തീർത്തണം. അതായത് അതിൻ്റെ പിന്നിലുള്ള ആൾക്കാരും, അതായത് ഇവിടുന്ന് ഡിസൈൻ സ്കൂളിൽ നിന്ന് രാത്രി 2 മണി വരെ ഇരുന്ന് ഉറക്കമൊഴിച്ച് നമുക്ക് വേണ്ടി UI ഡിസൈൻ ചെയ്തായാലും, നമുക്ക് വേണ്ടി വീഡിയോ 6 മണിക്കൂറുണ്ട് VFX പഠിച്ച സൽമാനായാലും, എന്നിട്ട് നമുക്ക് പ്രൊമോ വീഡിയോ ഉണ്ടാക്കിയായാലും, അപ്പോൾ ഇവരെല്ലാവരും കഷ്ടപ്പാടും കൂടിയിട്ട് ഒരു 8 മിനിറ്റിൻ്റെ പ്രസൻറ്റേഷനിൽ ചുരുക്കാമെന്ന് പറഞ്ഞൊരു ടെൻഷൻ, ആ ഒരു സ്ട്രെസ്സിൻ്റെ ഇലയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്തത്. അങ്ങനെ നമ്മൾ അതും ജയിച്ചപ്പോൾ നമ്മൾ 3 ആൾ ക്ലൗഡ്9 അതായത് ഒരു ഐഡിയ ഇല്ല, കിളി പോയൊരവസ്ഥയിലായിരുന്നു. ഏത് ജയിച്ചാ എൻ്റെ പേര് തന്നെ പറഞ്ഞത് ഉറപ്പാ. ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അതായത് ഫസ്റ്റ് തേർഡിനാണ് തുടങ്ങിയത്. നമ്മൾ വിചാരിച്ച് തേർഡ് നമുക്ക് കിട്ടും, തേർഡ് നമ്മൾ വരില്ല. ഇപ്പോൾ വിചാരിച്ചാൽ തേർഡ് കിട്ടില്ല, സെക്കൻഡ് വിളിച്ചില്ല. അപ്പോൾ നമ്മൾ ഇല്ലാത്ത പറഞ്ഞാൽ ഫസ്റ്റ് കിട്ടാൻ തീരെ ചാൻസ് ഇല്ല, തേർഡും സെക്കൻഡും കിട്ടും, അതും രണ്ടും കിട്ടിയില്ല. അങ്ങനെ ഫസ്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ, അതായത് അതിൽ വാസിം ഉണ്ടായിരുന്നു. വാസിമോളോട് പറഞ്ഞു ജയിച്ച പ്രൊഫഷണലിസം കാണിക്കണം, സെക്കൻഡ് തേർഡ് അടിച്ചാൽ ജസ്റ്റ് പ്രൊഫഷണലിസം, അതായത് നമുക്ക് ഒരിക്കലും ഇതാക്കാൻ പറ്റില്ല, കൂക്കരുത്, നമ്മൾ അന്തസ് കാണിക്കണമെന്ന് പറഞ്ഞ് ജയിച്ച ഫസ്റ്റ് കൂക്കി ഒച്ചത്തിൽ നാട്ടാറും വീട്ടാറിൽ നമ്മളെ നോക്കി. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിന്. അപ്പോൾ ഈ 3 മാസത്തെ ജേണി എന്ന് വെച്ചാൽ ശരിക്കും നമുക്ക് റോലോ കോസ്റ്ററിൽ കയറി വന്നില്ല. മേലിൽ പോയി താലിൽ പോയി സന്തോഷം, സങ്കടം, കരച്ചില്, ചിരിച്ചില്, അങ്ങനെ ഉറക്കില്ലായ്മ, ഇതെല്ലാം കൂടിയിട്ടുള്ള വല്ലാത്തൊരു മിക്സ്ഡ് ആയൊരു ജേണിയാണ് ഈ 3 മാസം. ഇത് സംഭവം നമ്മളെ പ്രസൻറ്റ് ചെയ്തെങ്കിൽ നമ്മളെ ബാക്കിൽ ഒരു സിംഹത്തെ പോലെ ഹാക്കയുടെ, അതായത് ഡിസൈൻ സ്കൂളിൽ നിന്ന് അയക്കാൻ അശ്വിനായാലും, കോഡിംഗ് സ്കൂളിൽ നിന്ന് അഷറായാലും, അങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ളൊരു മിക്സ്ഡ് എഫേർട്ടാണ്. ഈ ഒരു ബോർഡിൽ കണ്ടൊരു വിഷൻ ഇന്ന് ലേണിങ്സ് നടത്തിയ ഈ ഒരു 500 വിന്നേഴ്സ് നടത്തിയിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഇതുണ്ട്, ഒരു അൾട്ടിമേറ്റ് അഡ്രിനാലിൻ കയറിയത്. അതിപ്പോൾ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. അതായത് ഈ ഒരു യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ജേണി, ഇതിപ്പോൾ ഞാൻ പറഞ്ഞതല്ല, ഇതിൻ്റെക്കാട്ട് കുറേ ഉണ്ട്. അത് ശരിക്കും ഞാൻ പറഞ്ഞാൽ നിങ്ങളെ മനസ്സിനത് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതായത് ഒരു 3 കുട്ടികൾ, ഈ ഒരു 3 കുട്ടികൾ 3 സാധാ നാട്ടിൽ പഠിച്ച 3 കുട്ടികൾ
ഒരു IITയും ജെയും സ്വപ്നം പോലും കാണാത്ത ഈ 3 കുട്ടികൾ കൂടിയിട്ട് നാഷണൽ ലെവൽ ഹാക്കത്തോണിൽ ഇങ്ങനത്തെ ഒരു സ്വപ്നം നമുക്ക് റിയാലിറ്റി ആക്കി തന്നതിന് അത് ശരിക്കും നമുക്ക് വിശ്വസിക്കാത്തൊരു റിയാലിറ്റിയാണ്. So guys, thanks for listening. I'm Nazil. I'm Saleh. Together we missed